ഹായ് എവ്രി വൺ, വെൽക്കം ടു ബേക്ക് ബൂത്ത് കിച്ചൺ. ദിസ് ഇസ് അനഘ. നമ്മളിന്ന് കപ്പ് കേക്ക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ഓർഡർ വന്നതിൻ്റെ കപ്പ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലേറ്റാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കുകയാണ്. നമുക്കതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ വേണം, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ വേണം, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ സോൾട്ട് പിഞ്ച്. ഇവയെല്ലാം കൂടി നമുക്ക് അരിച്ചെടുക്കണം. അരിപ്പെടുത്ത് ഇതെല്ലാം ഒരുമിച്ചാണ് ഇടേണ്ടത്. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. അതെല്ലാം അരിച്ച് അവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ 6 കപ്പ് കേക്ക്സ് അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു എഗ്ഗാണ് എടുക്കുന്നത്. പിന്നെ ഷുഗർ 1/4 കപ്പാണ് എടുക്കുന്നത്. അതിലേക്ക് പിന്നെ വാനില എക്സ്ട്രാക്റ്റാണ് വേണ്ടത്. അത് 1/2 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. ഇവരെല്ലാവരെയും കൂടി നമുക്ക് എന്ത് ചെയ്യണം, നന്നായിട്ട് ബീറ്റ് ചെയ്യണം. വിസ്ക് ഉപയോഗിച്ചും ചെയ്യാം, പക്ഷേ ബീറ്റ് ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റായിട്ട് വരിക. അപ്പോൾ ബീറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ബീറ്റർ യൂസ് ചെയ്തിട്ട് എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം വാനില എസൻസ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഒരു 6 മിനിറ്റ്സോളം ഇത് ബീറ്റ് ചെയ്യുന്നത് എഗ്ഗിൻ്റെ സ്മെല്ലില്ലാണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എഗ്ഗും ഷുഗറും വാനിലയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്യാനുണ്ട്. ഓയിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ മിൽക്കും അതിലേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ കേർഡും ആഡ് ചെയ്യാനുണ്ട്. അത് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടെ ചെയ്യുന്നത്. മോയിസ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം എടുക്കുകയും വേണം. എന്നിട്ടാണ് നമ്മളിതിൽ ഹോട്ട് വാട്ടറിൽ നമ്മൾ കോഫി ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. അവൻ പ്രീഹീറ്റ് ചെയ്യണം. ആ ടൈമിന് അത്ര ടൈം എടുക്കുള്ളൂ ഈ ബാറ്ററും ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും ഒക്കെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം അവൻ. അതേപോലെ തന്നെ നമ്മൾ കപ്പ് കേക്ക് ട്രേ ഉണ്ടാവില്ലേ, ആ ട്രേയിൽ നന്നായിട്ട് ഓയിലാക്കണമെങ്കിൽ ഓയിലാക്കിയിട്ട് അതിൻ്റെ കപ്സൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റാക്കി വെക്കണം. നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് ഒഴിക്കാൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ അവൻ ബെല്ലടിച്ചാൽ കൊണ്ടുപോയി വയ്ക്കാനും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കപ്പ് കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ളത് 180 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ്. അതുപോലെ തന്നെ അത് ഒരു 10 to 15 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത് വയ്ക്കണം. ബാറ്റർ കപ്പ് കേക്കിൽ ഒഴിച്ചതിന് ശേഷം, കപ്പ് കേക്ക് ട്രേയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക 2-3 തവണ. അത് എയർ ബബിൾസ് ഒന്നും അതിനിടയിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഒരു 18 to 22 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം കപ്പ് കേക്ക്സ്. അത് കഴിഞ്ഞിട്ട് 22 മിനിറ്റ്സ് കഴിഞ്ഞ് എടുത്ത് നോക്കുക, ടൂത്ത് പിക്ക് വല്ലതും കുത്തി നോക്കുക. എന്നിട്ട് അതിൽ പിടിച്ചിരിക്കുന്നില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി അതിൽ എന്തെങ്കിലും കുറച്ച് വെറ്റായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഇനിയും കുറച്ച് നേരം കൂടെ ഒരു 5 more മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ്, അത് നിങ്ങൾക്കറിയാം, നോക്കുമ്പോൾ എത്രമാത്രം ഉണ്ടെന്നുള്ളതനുസരിച്ചിട്ട് പിന്നെ ഒന്നുകൂടെ ബേക്ക് ചെയ്യാൻ വയ്ക്കേണ്ടതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കപ്പ് കേക്ക് എൻ്റെ ആ ലൈനർ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ അതൊരു 3/4 3 ഭാഗവും നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. എന്നാലാണ് കപ്പ് കേക്ക് നന്നായിട്ട് പൊന്തി അടിപൊളിയായിട്ട് വരിക. പക്ഷേ ഇനി അത് ഓവറായിട്ട് 4 ഭാഗവും അങ്ങോട്ട് മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കപ്പ് കേക്ക് എല്ലാം കൂടെ പുറത്തേക്ക് വീഴും. ആ ഷേപ്പിൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് 3 ഭാഗം മാത്രം ആ ബാറ്റർ ഫില്ല് ചെയ്ത് വെക്കുക. കാരണം കേക്കിന് റൈസ് ചെയ്യില്ല, നമുക്കറിയില്ല കേക്ക് പൊന്തി വരുന്നത്. അതേപോലെ പൊന്തി വരാൻ അതിന് സ്പേസ് വേണം. അതിനാണ് അങ്ങനെ പറയുന്നത്. ആയിക്കഴിഞ്ഞതിന് ശേഷം കപ്പ് കേക്ക് കുറച്ച് നേരം കൂളാവാൻ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെരി ടേസ്റ്റിയാണ്. മാത്രമല്ല ഭയങ്കര സോഫ്റ്റായിരിക്കും കേക്ക്. നമുക്ക് സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന പോലത്തെ അല്ല, ഭയങ്കര സോഫ്റ്റായിരിക്കും. കാരണം ഇതിൽ കേർഡും ഓയിലും അങ്ങനത്തെ ഇതിനെ കുറച്ച് മോയിസ്റ്റ് ആക്കാനുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കിട്ടുക. ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ ഷുഗറൊക്കെ നമ്മളുടെ ഇതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ. കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഇതിലധികം മധുരം ഇല്ലാണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഇവിടെ വന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.